ഹായ് ഡിയേഴ്സ്, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഷാനാസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. വർഷം ചേനയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അത് ഞാനിടുകയാണ്. ഈ കുക്കറിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കുക്കറിൽ ഇനി വേറെയും കഷ്ണങ്ങളൊക്കെ ഇടാം കേട്ടോ, ഈ കൂട്ടുകറിയിലേക്ക്. കാരണം എന്താ വെച്ചാൽ കൂട്ടുകറിയിൽ ചില സ്ഥലങ്ങളിലേക്ക് കുമ്പളങ്ങയൊക്കെ ഇടുന്നുണ്ട്, പക്ഷെ ഞാൻ ഇടുന്നില്ല. ഞാൻ ചേനയും കായും മാത്രമേ ഇടുന്നുള്ളൂ. ഞാൻ അതിലേക്ക് ഒരു സ്പൂണ്, ഈ സ്പൂണിന് ഒരു സ്പൂണ് ഉപ്പ് ചേർത്തു. പിന്നെ അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഈ കപ്പിന് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. എല്ലാവർക്കും ഓണത്തിൻ്റെ തിരക്കൊക്കെ ആവുമല്ലോ അല്ലേ? അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി ബാക്കി എന്താ വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് 2-3 വിസിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഓക്കെ, ഇതിൽ മുളക് പൊടി മറ്റു മുളകുകളൊന്നും ഇടുന്നില്ല. ചേനയും കായൊക്കെ അത്യാവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടപ്പെട്ടതൊക്കെ, കാരണം എന്താ വെച്ചാൽ ഇത് കൂടുതലായിട്ട് വേവണ്ട. ഇത് നമുക്കിങ്ങനെ കുറച്ചിങ്ങനെ ചെറുതായിട്ട് കടിക്കത്തക്ക വിധത്തിൽ വേണം കിടക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കടലയോ കടലപ്പരിപ്പോ എന്താ വെച്ചാൽ ഉപയോഗിക്കാൻ. ഞാൻ കുറച്ച് കടലയാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 1/2 ഗ്ലാസ് കടല ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചേനയിലേക്കും കായയിലേക്കും കൂടിയിട്ട് ഈ കടല ഇട്ട് കൊടുക്കുകയാണ്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കടലയും കൂടി ചേർന്നിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ട് വെന്ത് വന്ന്, കൂടുതലായിട്ടല്ല, എല്ലാതും കൂടിയിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ഒഴിക്കാം. കറിയിലേക്കുള്ള നാളികേരം അരയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയിലേക്ക് ഒരു 3-4 ചുമന്ന മുളകും പിന്നെ അതേപോലെ കറിവേപ്പിലയും ലേശം കുരുമുളകും കൂടിയിട്ട് ഇടുന്നുണ്ട്. അത് നന്നായിട്ട് റെഡിയായിട്ട് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുരുമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നോക്കൂ, ഇതിൽ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ ഇതിലേക്ക് ഇടുകയാണ്. ഇത് നന്നായിട്ട് ഒരു ബ്രൗൺ കളറ് ആവുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ നാളികേരം വറുത്തിട്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അലുമിനിയത്തിൻ്റെ ചീനച്ചട്ടിയിലൊന്നും വറുക്കരുത്. വറുത്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോയി. ഇത് ഒന്നുമില്ലെങ്കിൽ ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിയോ എടുക്കണം. നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് നല്ല മണം വരും. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ കൂടി നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാനിതിലേക്ക് ഒരു പീസ് ശർക്കര ഇടുകയാണ്. ശർക്കരയും കൂടിയിട്ട് അതിലേക്ക് അങ്ങ് മെൽട്ടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം. കൂട്ടുകറിക്ക് വേണ്ടതായിട്ടുള്ള ചേനയും അതേപോലെ കായും കടലയൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ശർക്കര ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു കഷ്ണം. ഇനി ഇതാണ് നമ്മുടെ അരപ്പ്. അതിൽ നമ്മുടെ ചുമന്ന മുളകും പിന്നെ അതേപോലെ ഒരു 2-3 കുരുമുളകിൻ്റെ മണികളുമാണ് അതിലിട്ടിട്ട് തേങ്ങയും കൂട്ടിയിട്ട് കറിവേപ്പിലയും കൂട്ടിയിട്ട് നന്നായിട്ട് വറുത്തിട്ടുള്ള ബ്രൗൺ കളറാക്കി വറുത്തതിൻ്റെ ഒരു മിക്സിംഗ് ആണത്. ഇനി ഇത് ഞാൻ ഈ കൂട്ടുകറിയിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇതൊന്നങ്ങോട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഓഫാക്കിയിട്ട് ഈ കൂട്ടുകറിയിലേക്ക് നമുക്ക് താളിച്ചെടുക്കാം. ഇത് തിളച്ച് വന്നാൽ തന്നെ ഒന്ന് നന്നായിട്ട് കുറുക്കിക്കോളും. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിലേക്കൊന്ന് വറുത്തിടാം. കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. നോക്കൂ, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടി വെച്ച് കഴിഞ്ഞാൽ ഇനിയും അത് കുറച്ചുകൂടി വെള്ളമൊക്കെ വറ്റി തിക്കാവും. അതുകൊണ്ടാണ് ഞാൻ ഈ പരുവത്തിലാക്കിയിട്ട് എടുത്തത്. ഇനി നമ്മൾ അതിലേക്ക് വറുത്തിടാനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1.5 സ്പൂണ് കടുക് ഇടുകയാണ്. പിന്നെ
കടുക് പൊട്ടിയതിന് ശേഷം ചുമന്ന മുളകും കറിവേപ്പിലയാണ് ഇടുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരമുറി നാളികേരം ഞാൻ ചെരുകി വെച്ചിട്ടുണ്ട്. ഇതും അതിലേക്ക് വറുത്തിടാനാണ്. ഇതെല്ലാം നന്നായിട്ട് ബ്രൗണായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ ചെരുകി വെച്ചിട്ടുള്ള നാളികേരം ഇടുകയാണ്. ഇനി ഈ നാളികേരം അത്യാവശ്യം ബ്രൗൺ കളറാവുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ കൂട്ടുകറിയിലേക്ക് ഇടാം. അങ്ങനെ കൂട്ടുകറിയുടെ വറവൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും നമ്മൾ ബ്രൗൺ ആക്കിയാൽ മതി, അല്ലാതെ ബ്രൗൺ ആക്കണ്ട. കാരണം ഇത് നമ്മൾ ഈ കൂട്ടുകറിയിലേക്കുള്ള അരവ് നമ്മൾ നന്നായിട്ട് നൈസായിട്ട് അരച്ചിട്ടുണ്ട്. അത് വറുത്തെടുത്തിരിക്കുന്നത് നല്ല ബ്രൗൺ കളറിലാണ് നാളികേരം വറുത്തെടുത്തിരിക്കുന്നത്. എല്ലാവരും പറയും കൂട്ടുകറിയിൽ അധികം ആളുകളും ചെയ്യുന്നത് എന്താ വെച്ചാൽ വെറുതെ നാളികേരം ഒന്ന് ചതച്ചെടുക്കല്ല വേണ്ടത്. നാളികേരത്തിൻ്റെ വറവ് എത്രത്തോളം നന്നാവുന്നു അതിനനുസരിച്ചിട്ടാണ് കൂട്ടുകറിയുടെ ടേസ്റ്റും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ കൂട്ടുകറിക്ക് വറുത്തിടാൻ വെച്ചിട്ടുള്ള മുളക്, കറിവേപ്പില, നാളികേരം, കടുക് എല്ലാം കൂടിയിട്ട് ഇനി ഈ കൂട്ടുകറിയിലേക്ക് ഇടുകയാണ്. അങ്ങനെ ശ്യാമ സ്പെഷ്യൽ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. അതിൽ കുറച്ച് ശർക്കര ഇട്ട കാരണം കുട്ടികൾക്കും വളരെ താല്പര്യം ഉണ്ടാവും. ഇതാണ് ഒറിജിനൽ നമ്മുടെ കൂട്ടുകറിയുടെ നിറവും ടേസ്റ്റും. ഇതാണ് ശ്യാമാസ് കിച്ചണിലെ സ്പെഷ്യൽ കൂട്ടുകറി. എല്ലാവരും ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഓണാശംസകൾ നേരുകയാണ്. നീ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. ഓക്കെ, താങ്ക് യു. ആവി പറക്കുന്ന ഓണം സ്പെഷ്യൽ കൂട്ടുകറി റെഡി.